ശബരിമല ആചാര ലംഘനമുണ്ടായാൽ നടപടി സ്വീകരിക്കേണ്ടത് ദേവസ്വം ഉദ്യോഗസ്ഥരാണെന്നും തന്ത്രിയല്ലെന്നും ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിയമസഭയിൽ ദേവസ്വം ബോർഡുമായി ആലോചിക്കാതെ ശുദ്ധിക്രിയ നടത്തിയതിനാലാണ് ശബരിമല തന്ത്രിയിൽ നിന്നും വിശദീകരണം തേടിയതെന്നും അദ്ദേഹം പറഞ്ഞു. ശബരിമല തന്ത്രി ദേവസ്വം ബോർഡ് ജീവനക്കാരനല്ല. എന്നാൽ ദേവസ്വം മാനുവൽ പ്രകാരം മറ്റ് ജീവനക്കാരെ പോലെ തന്നെയാണ് അദ്ദേഹം പ്രവർത്തിക്കേണ്ടത്. ആചാര ലംഘനമുണ്ടായാൽ നടയടച്ച് ശുദ്ധിക്രിയ ചെയ്യാൻ ദേവസ്വം മാനുവൽ ശുപാർശ ചെയ്യുന്നില്ല. ആവശ്യമെങ്കിൽ ദേവസ്വം ബോർഡുമായി കൂടിയാലോചിച്ച ശേഷം ശുദ്ധിക്രിയ നടത്താം. ഇതിന് അനുമതി വാങ്ങാത്തതിനാലാണ് വിശദീകരണം തേടിയത്. ശബരിമലയിലെ ആചാരവിശ്വാസ കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് തന്ത്രി മാത്രമല്ലെന്നും മന്ത്രി അറിയിച്ചു. ഇതനുസരിച്ച് പ്രവർത്തിക്കാൻ തന്ത്രി ബാധ്യസ്ഥനാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം സുപ്രീം കോടതി വിധിക്ക് ശേഷം ശബരിമലയിൽ ദർശനം നടത്തിയത് 2 യുവതികളാണെന്ന് ദേവസ്വം മന്ത്രി വ്യക്തമാക്കി. ശ്രീലങ്കൻ യുവതി ദർശനം നടത്തിയതിന് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസറുടെ റിപ്പോർട്ട് പ്രകാരം സ്ഥിരീകരണമില്ലെന്നും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. എന്നാൽ ദർശനം നടത്തണമെന്നാവശ്യപ്പെട്ട് എത്തുന്ന യുവതികൾക്ക് ശബരിമലയിൽ സുരക്ഷ ഒരുക്കണമെന്ന കാര്യത്തിൽ സുപ്രീം കോടതിയിൽ നിന്നും നിർദ്ദേശം ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 72 കോടിയിലധികം രൂപയാണ് മണ്ഡല മകരവിളക്ക് കാലത്തെ നടവരവെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. ശബരിമലയിലെ ആചാരങ്ങൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ നടന്നപ്പോൾ പ്രായശ്ചിത്തമാണ് തന്ത്രി ചെയ്തതെന്ന് വിവിധ ക്ഷേത്രങ്ങളിലെ തന്ത്രിമാരുടെ കൂട്ടായ്മ വ്യക്തമാക്കിയിരുന്നു. ഇക്കാര്യത്തിൽ ജീവനക്കാരനെന്ന നിലയിലാണ് ദേവസ്വം ബോർഡ് വിശദീകരണം ചോദിച്ചതെങ്കിൽ തെറ്റാണെന്നും തന്ത്രിമാർ അഭിപ്രായപ്പെട്ടു. കൊച്ചിയിൽ വിവിധ ക്ഷേത്രങ്ങളിലെ തന്ത്രിമാരുടെ യോഗത്തിന് ശേഷമായിരുന്നു ഇക്കാര്യം വ്യക്തമാക്കിയത്. ശബരിമലയിൽ ബിന്ദുവും കനകദുർഗയും ദർശനം നടത്തിയതിന് പിന്നാലെ തന്ത്രി നടയടച്ച് ശുദ്ധിക്രിയ ചെയ്തത് വൻ വിവാദമായിരുന്നു. ദേവസ്വം ബോർഡിന്റെ അനുവാദമില്ലാതെയുള്ള ശുദ്ധിക്രിയയിൽ ബോർഡ് തന്ത്രിയോട് വിശദീകരണം തേടിയിരുന്നു. അനുമതിയില്ലാതെയുള്ള ശുദ്ധിക്രിയ ദേവസ്വം മാനുവലിന്റെയും യുവതീ പ്രവേശനം അനുവദിച്ചിട്ടുള്ള സുപ്രീം കോടതി വിധിയുടെയും ലംഘനമാണെന്ന് സർക്കാരും ബോർഡും വിശദീകരിച്ചു. എന്നാൽ ശബരിമലയിലെ ആചാരകാര്യങ്ങളിൽ തന്ത്രിക്കാണ് പരമാധികാരമെന്നാണ് താഴ്മൺ തന്ത്രി കുടുംബത്തിന്റെ നിലപാട്. പട്ടികജാതി പട്ടികവർഗ കമ്മീഷനും തന്ത്രിയോട് വിശദീകരണം തേടി. തന്ത്രിക്കെതിരെ നടപടി വേണമെന്നാണ് സർക്കാരിന്റെയും ദേവസ്വം കമ്മീഷണറുടെയും ബോർഡിലെ 2 അംഗങ്ങളുടെയും സമീപനം. എന്നാൽ കടുപ്പിക്കേണ്ടതില്ലെന്ന നിലപാടാണ് ദേവസ്വം പ്രസിഡന്റിനുള്ളത്. തന്ത്രി കണ്ഠർ രാജീവർക്ക് കർക്കിടക മാസം വരെ കാലാവധിയുണ്ട്. തന്ത്രിക്കും പന്തളം രാജകുടുംബത്തിനുമെതിരെ മന്ത്രി ജി സുധാകരനും രംഗത്ത് വന്നിരുന്നു. തന്ത്രി പണത്തിനു വേണ്ടിയാണ് നിലകൊള്ളുന്നതെന്നും കടയടയ്ക്കുന്നത് പോലെ ശബരിമല നട അടയ്ക്കാൻ തന്ത്രി ശ്രമിക്കുന്നതെന്നുമായിരുന്നു സുധാകരന്റെ ആരോപണം. മന്ത്രിമാരെക്കാളും മുഖ്യമന്ത്രിയെക്കാളും വലിയ ആളെന്ന നിലയിലാണ് പന്തളം രാജപ്രതിനിധി ശശികുമാര വർമ്മ പെരുമാറുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ശബരിമല തന്ത്രിയെയും പന്തളം രാജകുടുംബത്തെയും മന്ത്രി ജി സുധാകരൻ മുൻപും ആക്ഷേപിച്ചിട്ടുണ്ട്. ആധ്യാത്മികതയിൽ അല്ല തന്ത്രിക്ക് നോട്ടം, മറിച്ച് ഭൗതികതയിലാണ്. പണത്തിൽ മാത്രമാണ് തന്ത്രിയുടെ കണ്ണെന്നും സുധാകരൻ ആക്ഷേപിക്കുന്നു. ഇപ്പോഴും രാജാവാണെന്ന ഭാവമാണ് ശശികുമാര വർമ്മയ്ക്ക്. മന്ത്രിമാരെക്കാൾ വലിയ ആളാണെന്നാണ് ശശികുമാര വർമ്മ ധരിച്ചിരിക്കുന്നതെന്നും സുധാകരൻ ആരോപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.